നമസ്കാരം. ഫെബ്രുവരി 25 ചൊവ്വാഴ്ച ദ്വാദശി തിഥിയും ഭൗമ പ്രദോഷവും ഒരുമിച്ച് ഒന്നിച്ചു വരുന്ന അത്യപൂർവമായ ദിവസമാണ്, അല്ലെങ്കിൽ അവസരമാകുന്നു. ചൊവ്വ നേർഗതിയിൽ സഞ്ചാരം തുടങ്ങി. ഇന്ന് ത്രിപുഷ്കര യോഗവും രൂപം കൊള്ളുന്നുണ്ട്. ഇത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഈ ദിവസം ചന്ദ്രൻ മകരത്തിൽ പ്രവേശിച്ച് വ്യാഴത്തോടൊപ്പം നവപഞ്ചമയോഗം സൃഷ്ടിക്കും. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. തടസ്സങ്ങളെ മറികടന്ന് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അവസരങ്ങൾ തങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയം ഇവരിലേക്ക് വന്നു ചേരുക, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. മേഡം, അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശിക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസമാണ്. തൊഴിൽപരമായ ഉയർച്ച, ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വാധീനം അല്പം വർദ്ധിപ്പിക്കുവാൻ സാധ്യത കൂടുതലാക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഉദ്യോഗസ്ഥർക്ക് മികച്ചതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ബിസിനസ് പരമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ലാഭം നേടുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ തന്നെ കടന്നു വരാം. നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. കുടുംബപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. പ്രത്യേകിച്ചും ഈ സമയം അച്ഛനിൽ നിന്നും പലവിധ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാർക്ക് കുടുംബജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാം. പ്രധാനമായും സ്നേഹവും സന്തോഷവും ജീവിതത്തിൽ നിറഞ്ഞ് നിൽക്കുന്നതായ ദിവസമായി തന്നെ മാറും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങളോ മറ്റു രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളോ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. സഹകരണ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിജയകരമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്ന, വിജയം നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പിന്തുണ പല കാര്യങ്ങളിലും ആർജിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങളും കൂടാതെ പിന്തുണയും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ധനപരമായ ചില സഹായങ്ങൾ, പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ഒരു പരിധിവരെ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കന്നിരാശിക്കാർക്ക് വിദ്യയിലും കരിയറുമായി ബന്ധപ്പെട്ടും
അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും ആഴത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും അത് അനുകൂലമാക്കി തീർക്കുക തന്നെ ചെയ്യും. സന്തോഷകരമായ നിമിഷങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ കുട്ടികളുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ നിങ്ങൾക്ക് പലവിധ കഴിവുകൾ ഉള്ളവരാകുന്നു. ആ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിവുകൾ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കും. ഉയർന്ന വിദ്യ നേടുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ അനുകൂലമായി തീരും. പ്രണയ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. കുട്ടികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതായ സമയമാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം തന്നെ അത് പ്രതിഫലിക്കുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. ജോലി ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തന്മൂലം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ജോലിയിൽ നിങ്ങൾക്ക് മേലധികാരികളുടെ പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ പരിശ്രമങ്ങൾ വിജയം കാണും. കൂടാതെ ഈ സമയം ലാഭം വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. വ്യക്തിപരമായ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും. സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രണയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിധിയുമായി ബന്ധപ്പെട്ടും മികച്ചതായ രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കുടുംബ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില പ്രശ്നങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ പല വിധത്തിലും ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ഉറവിടത്തിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. വരുമാനം നേടുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുകയോ ലാഭത്തിലാക്കുവാനോ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാകും എന്ന ധാരണയിൽ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. അത് പല കാര്യങ്ങളിൽ നിന്നും നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ സഹായകരമായി തീരും. ബിസിനസ് പരമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അനുകൂലമായി തീരുകയും ചെയ്യും. അനുമതികൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്നും ധനപരമായ സഹായങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള ധനം ലഭിക്കാവുന്നതാണ്. പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് അത് സഹായകരമായി തീരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക.